ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. സോ ഇന്ന് നമ്മൾ 1v1 കളിക്കാൻ വേണ്ടി പോകുന്നത് GT ഗൗളിൻ്റെ കൂടെയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കണ്ട പോലെ തന്നെ ഞാൻ ആദ്യത്തെ റൗണ്ട് തന്നെ അവനെന്നെ അടിച്ച് വീഴ്ത്തി ഡെസേർട്ട് ഈഗിൾ വെച്ചിട്ട് അത് സീൻ അടിയായിരുന്നു കേട്ടോ. അന്നേരത്തെ എൻ്റെ റിയാക്ഷൻ എനിക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് ഈ മൈക്ക് ഓണാക്കാൻ പറ്റില്ല. അത് സീൻ അടിയായിരുന്നു, ഞാൻ കണ്ടുപോലെയില്ല. സോ നമ്മൾ ഈ പ്രാവശ്യം എടുത്തിരിക്കുന്ന M18-ഉം ഡബിൾ M18 അതുപോലെ തന്നെ ഡെസേർട്ട് ഈഗിളുമാണ്. സോ എങ്ങനെ ഉണ്ടാവും കളിയെന്ന് നമുക്ക് നോക്കാം. സോ ഗൈസ് അങ്ങനെ നമ്മൾ റൈംറാൻ വില്ലേജിലോട്ടാണ് വന്നിരിക്കുന്നത്. സോ അങ്ങനെ M18-ഉം സ്വിച്ച് ചെയ്ത് കളിച്ച് നമ്മളിതേ GT ഗൗളിനെ കണ്ടിട്ടുണ്ട്. സോ നമ്മൾ അടിക്കാനായിട്ട് നോക്കി, പക്ഷേ ഗ്ലൂ വാൾ ഇട്ടു. അതുകൊണ്ട് നമ്മളും ഗ്ലൂ വാൾ ഇട്ടു. പിന്നെ ഒരു ഡാമേജ് കൊടുത്തു. അതിന് ശേഷം കിണ്ണം കാച്ചി ഹെഡ് ഷോട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. സോ നമുക്ക് ഇനി അടുത്ത റൗണ്ട് വെക്കാം ഗൈസ്. അങ്ങനെ അടുത്ത റൗണ്ടിൽ വരികയാണെങ്കിൽ നമ്മൾ ഗ്ലൂ വാളൊക്കെ ഇട്ട് ചറപറ പോവുകയാണ്. സോ അന്നേരം നമ്മളെ ഗൗളിനെ കണ്ടില്ല. ഞാൻ വിചാരിച്ചത് എവിടെ പോയി, ഏത് സൈഡിൽ കൂടെയാണ് പോയത്, എൻ്റെ ഗ്ലൂ വാൾ പോലും ഞാൻ കാണുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ച്. അങ്ങനെ ഡെസേർട്ടും തൂക്കി പിടിച്ചുകൊണ്ട് നേരെ പോയപ്പോഴാണ് നമ്മൾ പുറകിൽ നിന്ന് അടി കിട്ടുന്നത് കണ്ടത്. സോ നേരെ അങ്ങോട്ടേക്ക് ഞാൻ വെച്ച് പിടിച്ചു. ഈ റൗണ്ടിൻ്റെ ഒരു വൃത്തിയായിട്ട പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റൗണ്ടിൽ നമ്മൾ അവനെ ഒരു അടി കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു അടി കൊടുത്ത് അന്നേരം ആ മെഡ്കിറ്റ് അടിക്കാൻ പോയി. അതുകൊണ്ട് എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ പോയതുകൊണ്ട് എനിക്ക് അത്ര ഹെഡ് അടിക്കാനൊന്നും പറ്റിയില്ല. ചെറിയൊരു 49-ൻ്റെ ഹെഡ് മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സോ എന്തായാലും ഈ റൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത റൗണ്ടിൽ നമ്മൾ ഗ്ലൂ വാളൊക്കെ ഇട്ട് നമ്മൾ സീനായി വന്നപ്പോഴേക്കും ഒരു കിണ്ണം കാച്ചി ഹെഡ് ഷോട്ട് നമ്മൾ ഡെസേർട്ട് വെച്ചങ്ങ് കാച്ചി. അവനാണെങ്കിൽ ഞെട്ടിപ്പോയി. അവൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കണമായിരുന്നു. അവൻ്റെ എൻ്റെയും ഇങ്ങനെ മൈക്കിന് പ്രോബ്ലം ഉള്ളതുകൊണ്ട് വീഡിയോയിൽ റെക്കോർഡ് ആവില്ല. സോ അടുത്ത പ്രാവശ്യം ഞാൻ നിങ്ങളുടെ റിയാക്ഷനും കൂടെ അറിയാനായിട്ട് ഇങ്ങനത്തെ സൗണ്ടുള്ളൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. സോ അതിനുവേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്താനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. എൻ്റെ കളി എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഹെഡ് ഷോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ എൻ്റെ പൊന്നേത് ഹെഡ് ഗൈസ്, നമ്മൾ M18 വെച്ചിട്ട് ഒരു കിണ്ണം കാച്ച ഹെഡ് കാര്യങ്ങളൊക്കെ കാച്ചി നമ്മൾ ആ 4ാമത്തെ റൗണ്ടും കൂടെ എടുത്തിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോകാം. സോ ഗൈസ് അങ്ങനെ അടുത്ത റൗണ്ടും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അന്നേരം നോക്കിക്കോട്ടെ, കിണ്ണം കാച്ചി ഹെഡ് ഷോട്ട് ഞാൻ അവനെ കൊടുത്തു. അവൻ എന്താണെന്നറിയില്ല, അവൻ തല അനക്കാണ്ട് വെച്ചു, കയറി ചെന്നൊരൊറ്റ അടി കൊടുത്തു. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലായിട്ട് പോകാം ഗൈസ്. പിന്നെ കളിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായി. ഞാനിവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കുവാണ്. സോ അങ്ങനെ അവൻ്റെ തല കാണാൻ ഞാൻ വെയിറ്റ് ചെയ്യണം ഗൈസ്. എൻ്റെ തെരിപ്പ് കണ്ടോ, എൻ്റെ മോനെ വിഷയ ഹെഡ് ഷോട്ട് ഞാൻ ഡെസേർട്ടും കൊണ്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. അവൻ്റെ റിയാക്ഷൻ കണ്ട എൻ്റെ പൊന്നെ, മിക്കവാറും അടുത്ത കളി ഞാൻ തീയാക്കുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇത് ലാസ്റ്റ് റൗണ്ടും കൂടെയാണ്, മിക്കവാറും മൂഞ്ചും. എനിവേ നമുക്ക് നോക്കാം. നമ്മൾ ലാസ്റ്റ് റൗണ്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ ഫേക്ക് കയറിയാ കരേന കുറേ നാളെ ഞാൻ സഹിക്കണു. സോ ഗൈസ് ഈ പ്രാവശ്യം ഹെഡ് ഷോട്ട് അടിച്ച് ജയിച്ചു കഴിഞ്ഞാൽ സീനായിരിക്കും മോനെ. ഞാൻ അവൻ്റെ മുന്നിൽ വലിയൊരാളെ തീരുമായിരിക്കും. സോ നമുക്ക് അടിച്ചു നോക്കാം. ഒറ്റ പൊന്ന് ഗൈസ്, അതങ്ങനെ അടിച്ചതെന്ന് എനിക്ക് വല്ല അറിയില്ല കേട്ടോ. എനിവേ നമ്മളങ്ങനെ ഫൈനലി ബൂയയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിൻ്റെ ചാലഞ്ചും കാര്യങ്ങളൊക്കെ തീർത്ത് കൊടുത്തിട്ടുണ്ട്. അവൻ ഒരു റൗണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു നോക്കാം. ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല. അതേ വന്ന് പട്ടിഷോ ഡയമണ്ട് പട്ടിഷോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് അടുത്തൂടെ കാണാം. ബൈ ബൈ.